नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 81. ഭഗവാൻ കൃഷ്ണനും ബലരാമനും വൃന്ദാവനവാസികളെ കാണുന്നു. പേജ് നമ്പർ 789. ഒരിക്കൽ ഭഗവാൻ കൃഷ്ണനും ബലരാമനും തങ്ങളുടെ മഹാനഗരിയായ ദ്വാരകയിൽ സ്വസ്ഥമായി കഴിയുമ്പോൾ കൽപ്പാന്തത്തിൽ അഥവാ ബ്രഹ്മാവിൻ്റെ ഒരു പകൽ കഴിയുമ്പോൾ സംഭവിക്കാറുള്ളതുപോലെ അപൂർവമായ ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണമുണ്ടായി. ഓരോ കൽപ്പാന്തത്തിലും കനത്ത മേഘങ്ങൾ സൂര്യനെ മൂടും. അതിൻ്റെ ഫലമായി സ്വർലോകം വരെയുള്ള അധോലോകങ്ങളിൽ മുഴുവൻ കനത്ത മഴ തുടർച്ചയായി പെയ്യും. ഈ മഹാഗ്രഹണത്തെക്കുറിച്ചും ജ്യോതിശാസ്ത്രപരമായ കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുജനങ്ങൾക്കു മുൻകൂട്ടി തന്നെ അറിവു നൽകിയിരുന്നു. അതിനാൽ സർവ ആളുകളും സ്ത്രീ പുരുഷ ഭേദമന്യേ കുരുക്ഷേത്രത്തിലെ സമന്തപഞ്ചകം എന്ന പുണ്യസ്ഥലത്തു സമ്മേളിക്കാൻ തീരുമാനിച്ചു. ലോകത്തുള്ള ക്ഷത്രിയരെ മുഴുവൻ 21 വട്ടം വധിച്ച ശേഷം ഭഗവാൻ പരശുരാമൻ യാഗം നടത്തിയ സ്ഥലമായതുകൊണ്ടാണ് സമന്തപഞ്ചകത്തിന് ഈ പ്രസിദ്ധി. പരശുരാമൻ കൊന്നൊടുക്കിയ ക്ഷത്രിയരുടെ മുഴുവൻ രക്തം ഒരു അരുവിയായി ഒഴുകി. പരശുരാമൻ 5 വലിയ തടാകങ്ങൾ നിർമ്മിച്ചു. ഈ രക്തമത്രയും അവയിൽ നിറച്ചു. പരശുരാമൻ വിഷ്ണു തത്വമാണ്. ഈശോപനിഷത്തിൽ പറയുന്നത് പോലെ വിഷ്ണു തത്വത്തിനെ പാപകർമ്മങ്ങൾ കൊണ്ടു മലിനപ്പെടുത്താനാവില്ല. പരശുരാമൻ പൂർണ്ണശക്തനും കളങ്കരഹിതനുമായിരുന്നിട്ടും മാതൃക കാട്ടാനെന്നോണം താൻ നടത്തിയതായി പറയപ്പെടുന്ന ക്ഷത്രിയ ഹിംസയുടെ പാപത്തിനു പ്രായശ്ചിത്തമായി അദ്ദേഹം സമന്തപഞ്ചകത്തിൽ മഹായാഗങ്ങൾ നടത്തി. ഹിംസ എന്ന കല ചിലപ്പോൾ ആവശ്യമായി വരുമെങ്കിലും നന്നല്ല എന്നു സ്ഥാപിക്കാനാണു പരശുരാമൻ ഈ മാതൃക കാണിച്ചു കൊടുത്തത്. ക്ഷത്രിയ ഹിംസയ്ക്കു താൻ ശിക്ഷാർഹനാണെന്നു പരശുരാമൻ കരുതി. അപ്പോൾ ഇത്തരം ഗർഹണീയവും അനുവദനീയമല്ലാത്തതുമായ ജീവാത്മാക്കളുടെ ഹിംസ ലോകമെമ്പാടും നിരോധിക്കപ്പെട്ടിരുന്നു. സൂര്യഗ്രഹണത്തിൻ്റെ സന്ദർഭം ഉപയോഗിച്ചു പ്രധാന വ്യക്തികളൊക്കെ ഈ പുണ്യസ്ഥലം സന്ദർശിച്ചു. മുതിർന്ന ആളുകളുടെ കൂട്ടത്തിൽ അക്രൂരനും വസുദേവരും ഉഗ്രസേനനുമുണ്ടായിരുന്നു. യുവതലമുറയിൽ നിന്ന് ഗദൻ, പ്രദ്യുമ്നൻ, സാംബൻ എന്നിവരുൾപ്പെടെ യദുവംശത്തിലെ അനേകം ആളുകൾ
തങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിനിടയ്ക്ക് ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യാനുള്ള ഉദ്ദേശത്തോടെ എത്തിച്ചേർന്നിരുന്നു. യദുവംശത്തിലെ പ്രധാനപ്പെട്ട ആളുകളിൽ മിക്കവരും കുരുക്ഷേത്രത്തിലേക്കു പുറപ്പെട്ടപ്പോൾ പ്രദ്യുമ്നന്റെ പുത്രനായ അനിരുദ്ധൻ, യദുവംശത്തിന്റെ സർവ്വസൈന്യാധിപനായ കൃതവർമാവു, സുചന്ദ്രൻ, ശുകൻ, സാരണൻ എന്നിവരോടൊപ്പം നഗരത്തിന്റെ രക്ഷയെ കരുതി ദ്വാരകയിൽ തന്നെ തങ്ങി. യദുവംശത്തിലെ ആളുകളൊക്കെ തന്നെ പ്രകൃത്യാ സൗന്ദര്യമുള്ളവരായിരുന്നാലും സ്വർണഹാരങ്ങളും പുഷ്പമാല്യങ്ങളും കൊണ്ട് അലങ്കൃതരായി വിലപിടിച്ച വസ്ത്രങ്ങൾ ധരിച്ച് അവരവരുടെ ആയുധങ്ങളുമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ സൗന്ദര്യവും വ്യക്തിത്വവും 100 മടങ്ങു വർദ്ധിച്ചു. മഹാസാഗരത്തിലെ ഉത്തുംഗമായ തിരമാലകൾ പോലെ ചലിക്കുന്ന മഹാശ്വങ്ങളെ പൂട്ടിയതും ദേവന്മാരുടെ ആകാശവിമാനങ്ങൾക്കു തുല്യം ഗംഭീരവുമായ രഥങ്ങളിലേറിയാണ് യദുക്കൾ മിക്കവരും കുരുക്ഷേത്രത്തിലെത്തിയത്. ആകാശത്തെ മേഘമാലകൾ പോലെ ബലിഷ്ഠമായ ഗജവീരന്മാരുടെ പുറത്തായിരുന്നു മറ്റു ചിലരുടെ വരവ്. അവരുടെയൊക്കെ ഭാര്യമാരെ വിദ്യാധരന്മാരെ പോലുള്ള സുന്ദരന്മാർ പല്ലക്കിലേറ്റിയാണ് കൊണ്ടുവന്നത്. ചുരുക്കത്തിൽ സ്വർഗത്തിലെ ദേവസഭ പോലെയായിരുന്നു അവിടം. കുരുക്ഷേത്രത്തിലെത്തിയ യാദവർ ആത്മനിയന്ത്രണത്തോടെ ശാസ്ത്രാനുസാരമായ ചടങ്ങുകളോടെ തീർത്ഥസ്നാനം ചെയ്തു. പാപകർമ്മങ്ങളുടെ ദുഷ്ഫലങ്ങളെ നശിപ്പിക്കാനായി ഗ്രഹണസമയം മുഴുവൻ അവർ ഉപവസിച്ചു. ഗ്രഹണസമയത്ത് ആവുന്നത്ര ദാനധർമ്മങ്ങൾ നടത്തുന്നതു വൈദികാചാരമാകയാൽ യദുക്കൾ 100 കണക്കിനു ഗോക്കളെ ബ്രാഹ്മണർക്കു ദാനം ചെയ്തു. അവയൊക്കെ വസ്ത്രാഭരണങ്ങൾ കൊണ്ടു ഭംഗിയായി അലങ്കരിക്കപ്പെട്ടിരുന്നു. കാൽവണ്ണയിൽ മണികളും കഴുത്തിൽ പൂമാലകളുമുണ്ടായിരുന്നു എന്നതാണ് ഈ ഗോക്കളുടെ പ്രത്യേകത. ഗ്രഹണത്തിനു ശേഷം ഭഗവാൻ പരശുരാമൻ നിർമ്മിച്ച തടാകങ്ങളിൽ യാദവരെല്ലാം വീണ്ടും സ്നാനം ചെയ്തു. തുടർന്ന് ബ്രാഹ്മണർക്കു നെയ്യിൽ പാകം ചെയ്ത ഭക്ഷണം ധാരാളമായി നൽകി. വൈദിക സമ്പ്രദായമനുസരിച്ച് ഭക്ഷണം 2 തരമുണ്ട്: പാകപ്പെടുത്തിയതും പാകപ്പെടുത്താത്തതും. പാകപ്പെടുത്താത്ത ഭക്ഷണത്തിൽ പച്ചസസ്യങ്ങളും പച്ചധാന്യങ്ങളും പെടുന്നില്ല. ജലത്തിൽ പാകം ചെയ്തവയാണ് പാകപ്പെടുത്താത്ത ഭക്ഷ്യം. നെയ്യിൽ പാകപ്പെടുത്തിയവയാണ് പാകപ്പെടുത്തിയ ഭക്ഷ്യമെന്നു പറയുന്നത്. പൂരി, കച്ചൗരി, സമോസ തുടങ്ങിയവയൊക്കെ പാകപ്പെടുത്തിയ ഭക്ഷ്യമാണ്. ചപ്പാത്തി, പരിപ്പ്, ചോറ്, സാധാരണ പച്ചക്കറികൾ എന്നിവ പാകപ്പെടുത്താത്ത ഭക്ഷ്യവും. അന്ന് ക്ഷണിക്കപ്പെട്ട ബ്രാഹ്മണർക്കെല്ലാം യദുക്കൾ പാകപ്പെടുത്തിയ ഭക്ഷ്യം കൊണ്ടു ഗംഭീരമായ സദ്യ നടത്തി. ഹരേ കൃഷ്ണ.